നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ശക്തമായ മഴ. വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 4 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നദിക്കരകളിലും മണ്ണിടിച്ചിലിനു സാധ്യതയുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഉയർന്ന തിരമാലകൾ കടലാക്രമണത്തിന് കാരണമായേക്കാവുന്നതിനാൽ മീൻപിടുത്തക്കാരും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള മണ്ണെടുപ്പ് മൂലം ദുരിതത്തിലായി ചേലൂർ നിവാസികൾ. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ വലിയ തോതിൽ ചെളിയും മണ്ണും ഒഴുകി റോഡിലേക്കും വീട്ടുമുറ്റങ്ങളിലേക്കും എത്തിയതോടെയാണ് മേഖലയിലുള്ളവർ ദുരിതത്തിലായത്. അശാസ്ത്രീയമായ രീതിയിൽ കുന്നിടിച്ച് ലോഡ് കണക്കിന് മണ്ണ് ഇതിനകം ഇവിടെ നിന്നും കടത്തിക്കഴിഞ്ഞു. പ്രദേശവാസികളുടെ എതിർപ്പിനെ മറികടന്ന് ദേശീയപാതയ്ക്ക് എന്ന പേരിലാണ് വ്യാപകമായി മണ്ണെടുപ്പ് നടത്തിവരുന്നത്. മണ്ണെടുപ്പ് ആരംഭിച്ചത് മുതൽ മേഖലയിലെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്. വലിയ ടോറസ് ലോറികളിൽ കൊണ്ടുപോകുന്ന മണ്ണ് വീണ് BMBC നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് പല ഭാഗങ്ങളിലും ചെളിക്കുളവും കൂടാതെ പൊടിശല്യവും രൂക്ഷമായിരുന്നു. റോഡ് നനയ്ക്കുന്നതിനാൽ റോഡിൽ വീണ മണ്ണും വെള്ളവും ചേർന്ന് ചെളി നിറഞ്ഞ റോഡിൽ ഇരുചക്രവാഹനങ്ങൾ തെന്നി വീഴുന്നത് പതിവായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മഴ പെയ്തു തുടങ്ങിയതോടെ പ്രദേശവാസികളുടെ ദുരിതം രൂക്ഷമായിരിക്കുകയാണ്. വ്യാപക മണ്ണെടുപ്പ് മൂലം വെള്ളം ഒഴുകിപ്പോരുന്ന നീർച്ചാലുകൾ ഇല്ലാതാകുകയും ഗതിമാറിയൊഴുകുന്ന വെള്ളവും മണ്ണും ചെളിയും റോഡിലേക്കും സമീപത്തെ വീട്ടുമുറ്റങ്ങളിലേക്കും എത്തുന്ന അവസ്ഥയാണ്. റോഡിലൂടെ സഞ്ചരിക്കാൻ പോലും കഴിയാത്ത വിധം നിറഞ്ഞ ചെളി നാട്ടുകാർ ഏറെ കഷ്ടപ്പെട്ടാണ് നീക്കം ചെയ്തത്. ആദ്യ മഴയിൽ തന്നെ ഇത്തരം ഒരു സാഹചര്യമുണ്ടായതിനാൽ മഴ കനക്കുന്നതോടെ ദുരിതം ഇരട്ടിക്കുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ഇത്തരം ഒരു സാഹചര്യം ജനങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും പഞ്ചായത്ത് അധികാരികളോ മറ്റു ഉദ്യോഗസ്ഥരോ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്ന ആക്ഷേപവും പ്രദേശവാസികൾക്കുണ്ട്. അധികാരികളുടെ ഒത്താശയോടെയാണ് മണ്ണെടുപ്പ് നടക്കുന്നത് എന്നതിനാൽ ഈ ദുരിതാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകുമോ എന്ന ആശങ്കയും പ്രദേശത്തുള്ളവർക്കുണ്ട്. പോർക്കുളം കമ്പിപ്പാലത്തെ ഗവൺമെന്റ് മൃഗാശുപത്രിയിൽ വെള്ളം കയറി. തിങ്കളാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ വെള്ളം ആശുപത്രിക്കുള്ളിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ആശുപത്രിക്ക് മുന്നിലെ റോഡും വെള്ളത്തിൽ മുങ്ങി. മൃഗാശുപത്രിയിൽ വെള്ളം കയറിയത് മൃഗങ്ങളുമായി ചികിത്സയ്ക്കെത്തിയ കർഷകർക്ക് ബുദ്ധിമുട്ടായി. കപ്പൂർ ക്ഷേത്രത്തിലേക്കുള്ള റോഡിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കനത്ത മഴയിൽ പെരുമ്പിലാവ് കോടതിപ്പടി കപ്പൂരയിൽ പ്രസന്നയുടെ വീടിനോട് ചേർന്നുള്ള അടുക്കള കിണർ മണ്ണിടിഞ്ഞ് വീണ് ഉപയോഗശൂന്യമായ നിലയിൽ. വീടിന്റെ അടുക്കള ഭാഗത്തിന് അപകട ഭീഷണിയായ വിധത്തിലാണ് മണ്ണിടിഞ്ഞിരിക്കുന്നത്. തിങ്കളാഴ്ച രാത്രിയുണ്ടായ ശക്തമായ മഴയിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. പോർക്കുളം വട്ടേക്കോട്ടയിൽ രാജന്റെ വീടിന് പുറകിലെ കിണറാണ് പൂർണ്ണമായും താഴ്ന്നത്. കിണറിന്റെ ചുറ്റുമതിലും മോട്ടോറും കിണറിലകപ്പെട്ടു. രാത്രി 12 മണിയോടെ വലിയ ശബ്ദത്തിൽ കിണർ ഇടിയുകയായിരുന്നു എന്ന് രാജൻ പറഞ്ഞു. വിവരം അറിയിച്ചതിനെ തുടർന്ന് KSEB ജീവനക്കാർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. പഞ്ചായത്ത് അധികൃതരും വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കിണറിലെ വെള്ളം പൂർണ്ണമായും അപ്രത്യക്ഷമായിട്ടുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് അക്കിക്കാവ് ആനക്കല്ല് റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതോടെ പ്രദേശവാസികൾ ദുരിതത്തിൽ. പെരുമ്പിലാവ് കടങ്ങോട് റോഡിനെയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസിനെയും ബന്ധിപ്പിക്കുന്ന ആനക്കല്ല് റോഡാണ് കനത്ത മഴയിൽ വെള്ളത്തിനടിയിലായത്. ഇതോടെ ഇതുവഴിയുള്ള കാൽനടയാത്ര പോലും സാധ്യമല്ലാതായി. കടവല്ലൂർ പഞ്ചായത്ത് അതിർത്തി വരെയുള്ള റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ടെങ്കിലും കടങ്ങോട് പഞ്ചായത്ത് 1-ാം വാർഡിലുള്ള ഭാഗത്താണ് കുണ്ടും കുഴിയും വെള്ളക്കെട്ടും രൂക്ഷമായിട്ടുള്ളത്. 5 വർഷം മുമ്പ് ടാറിംഗ് നടത്തിയ റോഡിൽ പിന്നീട് അറ്റകുറ്റപ്പണികളൊന്നും ചെയ്തിട്ടില്ല. ബൈപ്പാസ് റോഡിൽ നിന്നും വരുന്ന വെള്ളവും ആനക്കല്ല് റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന തിപ്പിലശ്ശേരി ഭാഗത്തേക്കുള്ള എളുപ്പവഴി കൂടിയായ റോഡ് അധികൃതർ ഇടപെട്ട് മഴ കനക്കുന്നതിന് മുന്നേ അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മറ്റു വാർത്തകളിലേക്ക്. ഗുരുവായൂർ താമരയൂർ EMS നഗറിൽ CPM പ്രവർത്തകൻ മാണിക്യത്ത് സിനീഷിനെ ക്രൂരമായി ആക്രമിച്ച സംഭവം. 6 പേരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്ത വൈരാഗ്യത്തിലാണ് സിനീഷിനെ മാരകമായി ആക്രമിച്ചതെന്ന് പോലീസ് അറിയിച്ചു. കോട്ടപ്പടി തുണ്ടത്ത് പറമ്പിൽ 19 വയസ്സുള്ള യദുകൃഷ്ണ, ഇരിങ്ങപ്പുറം മണിഗ്രാമം പൊന്നുപറമ്പിൽ 32 വയസ്സുള്ള വിജിൽ, ശവക്കോട്ട ചാണാശ്ശേരി 23 വയസ്സുള്ള ഉണ്ണിക്കണ്ണൻ, പൂക്കോട് മമ്പറത്ത് 22 വയസ്സുള്ള അഭിജിത്ത്, കോട്ടപ്പടി ചാണാശ്ശേരി 21 വയസ്സുള്ള വിഷ്ണു, ചെമ്മണ്ണൂർ അമ്പലത്ത് വീട്ടിൽ 34 വയസ്സുള്ള മനാഫ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്.
താമരയൂർ EMS നഗർ മാണിക്യത്ത് വീട്ടിൽ 38 വയസ്സുള്ള സിനീഷിനെ കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ചുറ്റിക കൊണ്ട് മാരകമായി ആക്രമിക്കുകയായിരുന്നു. തലയോട്ടി അടിച്ചു തകർത്തു. മുഖത്ത് കാര്യമായ പരിക്കുമുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് യദുകൃഷ്ണനും സംഘവും വീടിനു പരിസരത്തെ ഒഴിഞ്ഞ പറമ്പിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതും കൈമാറുന്നതും സിനീഷ് ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷം സിനീഷിന് ആക്രമണ ഭീഷണി നിലനിന്നിരുന്നു. യദുകൃഷ്ണൻ വീട്ടിലെത്തി സിനീഷിനെ പുറത്തേക്ക് വിളിക്കുകയായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴാണ് ഒളിച്ചിരുന്ന മറ്റുള്ളവരും കൂടി ഉൾപ്പെട്ട സംഘം ചേർന്ന് ആക്രമിച്ചത്. ശബ്ദം കേട്ട് അയൽവാസികൾ ഓടിയെത്തുന്നത് കണ്ട സംഘം ഓടി രക്ഷപ്പെട്ടു. സിനീഷിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രതികളുമായി പോലീസ് സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ACPയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ SI U. മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ രണ്ടിടത്ത് അപകടം. പന്നിത്തടം അക്കിക്കാവ് റോഡിൽ ബദർ പള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് റോഡിലേക്ക് മറിഞ്ഞു. ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം. വടകരയിൽ നിന്ന് മൂന്നാറിലേക്ക് വിനോദയാത്ര പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കേച്ചേരിയിൽ നിന്നും അക്കിക്കാവിലേക്ക് പോയിരുന്ന പിക്കപ്പ് വാൻ കൂമ്പുഴ പാലത്തിന് സമീപം നിയന്ത്രണം വിട്ടു മറിഞ്ഞു. രണ്ട് അപകടങ്ങളിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. CCTVയുടെ നേതൃത്വത്തിൽ ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. 3 പതിറ്റാണ്ട് പിന്നിടുന്ന CCTVയുടെ വളർച്ചയ്ക്കാവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുടെ സംഗമമാണ് നടത്തിയത്. കുന്നംകുളം വ്യാപാര ഭവൻ കോൺഫറൻസ് ഹാളിൽ നടന്ന പരസ്യദാതാക്കളുടെ സംഗമം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്തിന്റെ കച്ചവട പെരുമയുടെ മറ്റൊരു അഭിമാനകരമായ സാക്ഷ്യമാണ് CCTV എന്ന കേബിൾ TV ഓപ്പറേറ്റർമാരുടെ വിജയകരമായ കൂട്ടായ്മയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഏത് മേഖലയിലെ ആദ്യമായിട്ട് ഒരു അസോസിയേഷൻ ഫോം ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുന്നംകുളമാണ്. അപ്പോൾ കുന്നംകുളത്തിൻ്റെ പ്രത്യേകത ബ്ലഡ് ലൈനിലെ ഒരു ബിസിനസ്സിൻ്റെ ഒരു അംശം അവിടെ കിടക്കുന്നുണ്ട്. ആ ബ്ലഡ് ലൈനിൽ വന്നുകൊണ്ടാണ് ഈ പ്രാന്തപ്രദേശങ്ങളെല്ലാം കുന്നംകുളമായിട്ടുള്ള അറിയപ്പെടുന്നത്. ഇന്ന് പ്രാദേശിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന CCTVയുടെ ഓഫീസ്, അതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആദ്യത്തെ ഏറ്റവും വലിയ ഓഫീസാണെന്ന് ഇവിടെ പറയുകയുണ്ടായി. അത് സത്യമാണ്. അപ്പോൾ കുന്നംകുളത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ട് ഇതിൻ്റെ ഏത് മേഖലയിൽ എടുത്താലും ആ മേഖലയിൽ നമുക്ക് കയ്യൊപ്പ് പാർത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവിടുത്തെ സംരംഭകരുടെ രക്തത്തിൽ തന്നെ കുന്നംകുളത്തിന്റെ കച്ചവട പെരുമയുടെ വിജയകരമായ ജീനുണ്ടെന്നും സത്യസന്ധമായ വാർത്തകളും പ്രാദേശിക വിശേഷങ്ങളും നൽകുന്നതുകൊണ്ടാണ് CCTV പോലെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾ ജനപ്രീതിയോടെ നിലനിൽക്കുന്നതെന്നും KP സാക്സൺ കൂട്ടിച്ചേർത്തു. വളരെ ഡീപ്പായിട്ട് ഡെപ്ത് ഉണ്ട്. ഞാൻ പതിയെ കൂടുതൽ മറിക്കാൻ മലങ്കര ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് പരിശീലനം കൊടുക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് എല്ലാ ഭാഗത്തും എത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 1 ലക്ഷത്തിൽ പരം വരിക്കാർ ഇപ്പോൾ ഈ മേഖലയിൽ തന്നെ നിൽക്കുന്നു. ഇത് കാണാൻ ഒരുപാട് ആൾക്കാർ വീടുകളിലെ ഈ ചാനലിലും കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ്. സത്യസന്ധമായിട്ടുള്ള ന്യൂസ് കൊടുക്കാനും എന്തുകൊണ്ട് മനസ്സിലായി, ജനങ്ങളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്ത് അവരെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ സാരഥികളായ കാരണം സാധിക്കുന്നത്, അത് സാധിക്കില്ല. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ അധ്യക്ഷനായി. കേബിൾ TV ഇൻഡസ്ട്രി ആകെ 30 വർഷത്തെ ചരിത്ര പഴക്കമുള്ളതിന് അങ്ങനെ അതിൻ്റെ ഏതാണ്ട് 24 വർഷക്കാലം ഇതുപോലൊരു കൂട്ടായ്മ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ കുന്നംകുളത്തിന് പോയിട്ടുള്ളതാണ് ഈ സ്ഥാപനം. ഞങ്ങൾക്കൊരു COA എന്ന് പറയുന്നൊരു സംഘടനയൊക്കെ ഉണ്ട്. ആ സംഘടനയാണ് ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്തത്. ആ സംഘടനയുടെ ഉത്ഭവം തന്നെ സത്യത്തിൽ അതിൻ്റെ ശരിയായ വളർച്ച കൃത്യമായിട്ട് കിട്ടിയത് കുന്നംകുളത്തുനിന്നാണ്. ഞാനൊക്കെ അവിടെ ചെല്ലുമ്പോൾ പണ്ട് നമുക്കൊക്കെ പൊതുവേ പറയുന്നൊരു പേരുണ്ടല്ലോ, ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു. ഇന്ത്യയിൽ ഇന്ന് 4ാം സ്ഥാനത്താണ് ഞങ്ങളുടെ ഡിജിറ്റൽ സംവിധാനം ഇന്ത്യയിൽ. അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് രംഗത്ത് ഞങ്ങൾ 7ാം സ്ഥാനത്താണ്. റിലയൻസ് പോലെയുള്ള വമ്പന്മാരാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഞങ്ങൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും ഞങ്ങൾ ഇന്ന് ബ്രോഡ്ബാൻഡ് രംഗത്ത് ഇന്ന് 7ാം സ്ഥാനത്താണ്. കെംടെക് അക്വ മാനേജിംഗ് ഡയറക്ടർ സജിത്ത് ചോളയിൽ, മലയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനറൽ മാനേജർ BC സോളമൻ, പ്രൊഫിൻസ് കോളേജ് മാർക്കറ്റിംഗ് ഹെഡ് MC കൃഷ്ണദാസ്, ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി KM അബൂബക്കർ, ജോയിന്റ് സെക്രട്ടറി AA ഹസൻ, എക്സിക്യൂട്ടീവ് അംഗവും കുന്നംകുളം അർബൻ ബാങ്ക് ഡയറക്ടറുമായ KA അസി, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനേഷ് തെക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ KC ജോസ് സ്വാഗതവും ജനറൽ മാനേജർ സിൻഡോ ജോസ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വിവിധ സ്ഥാപന ഉടമകൾക്കു പുറമെ ചേംബർ പ്രതിനിധികളും CCTV ഡയറക്ടർമാരും സംബന്ധിച്ചു.
കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ കുന്നംകുളം നഗരസഭാതല ഉദ്ഘാടനം ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ നിർവഹിച്ചു. ഇരിങ്ങപ്പുറം SMUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷബീർ അധ്യക്ഷനായി. വാർഡ് കൌൺസിലർ ഷീജ ഭരതൻ, PTA പ്രസിഡന്റ് ദിനുദാസ്, ഫെലോഷിപ്പ് അധ്യാപകരായ അനിരുദ്ധ, ശ്രീരാഗ്, ഹരിപ്രിയ എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപകൻ സജീവ് മാസ്റ്റർ സ്വാഗതവും റീന ടീച്ചർ നന്ദിയും പറഞ്ഞു. ചാവക്കാട് പരപ്പിൽ താഴത്ത് അയൽവാസിയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ തകർക്കാൻ ശ്രമം. കാളിരകത്ത് ദിബിനിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് അജ്ഞാതർ തകർക്കാൻ ശ്രമിച്ചത്. ചൊവ്വാഴ്ച രാവിലെ ഉടമസ്ഥൻ കാർ എടുക്കാൻ എത്തിയപ്പോഴാണ് കാറിന്റെ ബോണറ്റിലും മുൻവശത്തെ ഗ്ലാസിലും കേടുപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. അതിക്രമം നടത്താൻ ഉപയോഗിച്ചെന്ന് സംശയിക്കുന്ന കല്ലും സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. സ്ഥിരമായി അയൽവാസിയുടെ വീട്ടുമുറ്റത്താണ് ദിബിൻ കാർ നിർത്തിയിടാറുള്ളത്. പുലർച്ചെ 3:30 വീട്ടുമുറ്റത്ത് ആളുകളുടെ ശബ്ദം കേട്ടിരുന്നതായി അയൽവാസികൾ പറയുന്നു. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളമ്മർക്കൊരു കല്ല് കിടക്കണ ചേച്ചിയെന്നു പറഞ്ഞു. അപ്പോൾ വല്ല ടൈല് പൊട്ടിക്കാലും ചെയ്താൽ മരിച്ച്. ഇതൊന്നും അപ്പുറം ശ്രദ്ധിച്ചിട്ടില്ല. മോൻ വണ്ടി എടുക്കാൻ വന്നപ്പോഴാണ് ഇത് കണ്ടത്. ആരെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. പോലീസിൽ പരാതി കൊടുത്തണ്ടാ? കൊടുക്കണതായിട്ടാണ് മോൻ പോയില്ലത്. മോനെ ഓട്ടം പോയിരിക്കുന്നതാണ്. മതതീവ്രവാദികൾ ചെങ്കൊടിയെ തകർക്കാൻ ശ്രമിക്കുന്നതിലൂടെ മാനവികതയുടെ മസ്തകത്തെയും മനുഷ്യത്വത്തിന്റെ തുരുത്തുമാണ് അവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം PK പ്രേംനാഥ്. അണ്ടത്തോട് സെന്ററിൽ CPM പുന്നൂർക്കുളം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി EK നായനാർ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSSന്റെ നേതൃത്വത്തിലുള്ള ഹിന്ദു വർഗീയവാദികളും SDPIയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം തീവ്രവാദികളും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. മാനവ സമൂഹത്തിന്റെ രക്തത്തിനും കണ്ണുനീരിനും വില കൽപ്പിക്കുന്ന ഒരേയൊരു പ്രസ്ഥാനം ചെങ്കൊടി പ്രസ്ഥാനമാണെന്നും മത തീവ്രവാദത്തിലേക്ക് മനുഷ്യൻ പോയാൽ അത് സാമ്രാജ്യത്വത്തിനും മുതലാളിത്തത്തിനും അരുതായ്മകൾക്കും അനീതികൾക്കും എതിരായുള്ള പോരാട്ടത്തിന്റെ മുനമടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമ്മയുടെയും ഉമ്മയുടെയും കണ്ണുനീർ തൊട്ടുനോക്കിയാൽ ചെറു ചൂടുണ്ടാകുമെന്നും അതൊരു തുള്ളിയെടുത്ത് നാക്കത്ത് വെച്ചാൽ ഏതു പാർട്ടിക്കാരനും ഏതു മതക്കാരനും ചെറിയ ഉപ്പ് പുളിക്കുമെന്നും പറയാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു പ്രസ്ഥാനമേയുള്ളൂ. അത് ഈ ചെങ്കൊടി പാർട്ടിയാണ്. ഹിന്ദു തീവ്രവാദികളുടെയും മുസ്ലിം ഭീകരവാദികളുടെയും ലക്ഷ്യം ഈ ചെങ്കൊടി പാർട്ടിയാണ്. മാനവികതയുടെ മസ്തകമാണ് അവർ തകർക്കുന്നത്. മനുഷ്യത്വത്തിന്റെ തുരുത്താണവർ തീർത്തു കളയുന്നത് എന്ന ബോധ്യമുണ്ടാവണം. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AD ധനീബിന്റെ അധ്യക്ഷതയിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗവും ചാവക്കാട് ഏരിയ സെക്രട്ടറിയുമായ TT ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ കമ്മിറ്റി അംഗവും പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ TV സുരേന്ദ്രൻ, പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ആലത്തയിൽ മൂസ തുടങ്ങിയ ജനപ്രതിനിധികളും CPIM നേതാക്കളും പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു. ലോക്കൽ കമ്മിറ്റി അംഗം V താജുദ്ദീൻ സ്വാഗതവും MK ബക്കർ നന്ദിയും പറഞ്ഞു. പാർട്ടിയിലേക്ക് കടന്നുവന്ന നവാസ്, ഇക്ബാൽ എന്നിവരെ മാലയിട്ട് സ്വീകരിച്ചു. മുസ്ലിം ലീഗ് മരത്തങ്കോട് മേഖലാ കൺവെൻഷൻ സംസ്ഥാന സമിതി അംഗം EP കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KK സൈഫുദ്ദീന്റെ അധ്യക്ഷതയിൽ കരീം പന്നിത്തടം മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ മരത്തങ്കോട് സ്കൂളിലെ വിദ്യാർത്ഥികളായ KF ആൻമരിയ, നിയ നസ്രീൻ, എരുമപ്പെട്ടി സ്കൂളിലെ ഗൗതം കൃഷ്ണ, BCom പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ മുഹമ്മദ് സിനാൻ, മദ്രസ 10ാം ക്ലാസ് പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് നേടിയ മരത്തങ്കോട് നൂറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥി മുഹമ്മദ് സനത് എന്നിവരെ മൊമെന്റോ നൽകി അനുമോദിച്ചു. KC മൊയ്തുട്ടി, MS ബഷീർ, ഗഫൂർ കടങ്ങോട്, ഹമീദ് ദാരിമി, ജുറൈജ് ബാഫി തുടങ്ങിയവർ സംസാരിച്ചു. സമസ്ത കേരള മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മന്ദലാംകുന്ന് എടയൂർ മുനീറുൽ ഇസ്ലാം മദ്രസയിൽ ലഹരി വിരുദ്ധ അസംബ്ലി നടത്തി. മദ്രസ ജനറൽ സെക്രട്ടറി അബു കണ്ണാണത്തിന്റെ അധ്യക്ഷതയിൽ സദർ മുവല്ലിം നിസാർ ദാരിമി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് തഷ്രീഫ് അലി ശിഹാബ് വിഷയാവതരണം നടത്തി. മദ്രസ ലീഡറും SBS പ്രസിഡന്റുമായ മുഹമ്മദ് നൂമാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മദ്രസ വൈസ് പ്രസിഡന്റ് ഹുസൈൻ എടയൂർ, മദ്രസ അധ്യാപകരായ ബാദുഷ ബാഖവി, റാഫി അൻവരി എന്നിവർ സംസാരിച്ചു. റേഞ്ച് തല ഖുർആൻ പാരായണ മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ TS മുഹമ്മദ് അമനെ മദ്രസ ജോയിന്റ് സെക്രട്ടറി സുലൈമാൻ ഹാജി ആദരിച്ചു. റിയാസ് ഫൈസി സ്വാഗതവും തൻവീർ നന്ദിയും പറഞ്ഞു.
ചാവക്കാട് മുനിസിപ്പൽ ഗ്രൗണ്ടിൽ KP വത്സലൻ സ്മാരക സ്പോർട്സ് അക്കാദമി സംഘടിപ്പിച്ച 18ാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ സിൻസിയർ തൃശൂർ ജേതാക്കൾ. ഫൈനൽ പോരാട്ടത്തിൽ പ്ലേബോയ്സ് കോഴിക്കോടിനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് സിൻസിയർ തൃശൂർ വിജയിച്ചത്. വിജയികൾക്കുള്ള ട്രോഫി CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ കൈമാറി. ടൂർണമെന്റിന്റെ ഭാഗമായി നടന്ന പ്രാദേശിക ടീമുകളുടെ മത്സരത്തിൽ റോഡീസ് മണത്തല ജേതാക്കളായി, അർജൻസ് ഗുരുവായൂർ റണ്ണേഴ്സ് അപ്പ് ആയി. സമ്മാനദാന ചടങ്ങിൽ TT ശിവദാസൻ, MR രാധാകൃഷ്ണൻ, ടൂർണമെന്റ് കമ്മിറ്റി ഭാരവാഹികളായ AH അക്ബർ, മാലിക്കുളം അബ്ബാസ്, PS അശോകൻ, KV രവീന്ദ്രൻ, TM ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കർഷക സംഘം കോട്ടപ്പടി മേഖല മണിഗ്രാമം യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. രാജി മനോജിന്റെ വസതിയിൽ ചേർന്ന സമ്മേളനം കർഷക സംഘം ചാവക്കാട് ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ വൈഷ്ണവ് പ്രദീപ് അധ്യക്ഷനായി. പ്രമിത നന്ദകുമാർ അനുശോചനവും രാജി മനോജ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. മികച്ച കർഷകയായ റോസ്ലി തോമസിനെ പൊന്നാട ചാർത്തി ആദരിച്ചു. സമ്മേളന പ്രതിനിധികൾക്ക് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്ത് TB ദയാനന്ദൻ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി NK പ്രദീപ് പ്രസിഡന്റ്, പ്രമിത നന്ദകുമാർ വൈസ് പ്രസിഡന്റ്, രാജി മനോജ് സെക്രട്ടറി, വിജയ ഷാജി ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. LC തോമസ്, NK പ്രദീപ്, VH ഷഹീറ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ പൊറവൂർ കൊല്ലഴിപ്പറമ്പിൽ മോഹനൻ മകൾ സൂര്യഗായത്രിയെ കോൺഗ്രസ് കടവല്ലൂർ പഞ്ചായത്ത് 15ാം വാർഡ് കമ്മിറ്റി ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി മൊമെന്റോ നൽകി ഷാൾ അണിയിച്ചു. ബ്ലോക്ക് സെക്രട്ടറി CK സുലൈമാൻ ക്യാഷ് അവാർഡ് നൽകി. മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ ശ്രീമതി ടീച്ചർ, ഷാഹിദ സുലൈമാൻ, വാർഡ് മെമ്പർ കുഞ്ഞുമോൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മറ്റം സാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പാലിയേറ്റീവ് ഹോം കെയർ ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനവും പാലിയേറ്റീവ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും ബുധനാഴ്ച വൈകിട്ട് 5-ന് മറ്റം കരിസ്മ പാലസിൽ നടക്കും. കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് കെയർ ഡയറക്ടർ ഡോക്ടർ E ദിവാകരൻ മുഖ്യാതിഥിയാകും. ജനപ്രതിനിധികൾ, ട്രസ്റ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. എരനെല്ലൂർ ഗ്രൗണ്ട് ബോയ്സ് ക്ലബിന്റെ 11ാം വാർഷികം ആഘോഷിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ലിജോസി തോമസിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടറി ജെയിംസ് എടക്കളത്തൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഷികത്തോടനുബന്ധിച്ച് 20-ലേറെ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. വൈകിട്ട് യങ്സ്റ്റാർ തിരുവനന്തപുരത്തിന്റെ ബാൻഡ് സെറ്റും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഉണ്ടായിരുന്നു. ട്രഷറർ റിജോ ചെമ്പശ്ശേരി, ക്ലബ് ഭാരവാഹികളായ ഡിൻഡോ ഡൊമിനിക്, CB ദേവസി, മിൻഡോ തോമസ്, ജിൻസൺ പുലിക്കോട്ടിൽ, ബിജോയ് ജേക്കബ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂരിൽ കേരള സർക്കാരിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്കായുള്ള കസ്തൂർബ ബാലിക സദനത്തിൽ സൗജന്യമായി ഹോസ്റ്റൽ താമസം, പഠനോപകരണം, യൂണിഫോം, ഭക്ഷണം എന്നീ സൗകര്യത്തോടെ താമസിച്ചു പഠിക്കുന്നതിന് 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥിനികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ രക്ഷിതാവുമൊത്ത് മെയ് 28-ന് പടിഞ്ഞാറേ നടയിലുള്ള സദനത്തിൽ എത്തണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 93 49 14 32 31 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ തസ്വിയ ആദർശ സമ്മേളനം നടത്തി. വടക്കേക്കാട് സെന്ററിൽ നടത്തിയ ആദർശ സമ്മേളനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ജമാലുദ്ദീൻ പുന്നീർകുളം അധ്യക്ഷത വഹിച്ചു. സച്ചരിതരുടെ പാത എന്ന വിഷയത്തിൽ അൻവർ അബൂബക്കർ വടക്കേക്കാടും, അഹലുസുന്നയുടെ പൊരുൾ എന്ന വിഷയത്തിൽ ഷുഹൈബ് മദീനിയും വിഷയാവതരണം നടത്തി. അനീസുർ റഹ്മാൻ സ്വാഗതവും മുനവർ വടക്കേക്കാട് നന്ദിയും പറഞ്ഞു. SDPI 16ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിയർ കൗൺസിലിംഗ് ആൻഡ് പാരന്റിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കൺവീനറും കുമാരൻപടി ബ്രാഞ്ച് പ്രസിഡന്റുമായ തൗഫീഖ് മാലിക്കുളം അധ്യക്ഷത വഹിച്ചു. കരിയർ ഗൈഡൻസ് ട്രെയിനർമാരായ ജാബിർ സിദ്ദിഖ്, ഷാഹുൽ ഹമീദ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പാർട്ടി ജില്ലാ ട്രഷറർ യഹിയ മദലാങ്കുന്ന് സംസാരിച്ചു. ഗുരുവായൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ജബ്ബാർ അണ്ടത്തോട്, പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് സക്കരിയ പൂക്കാട്ട് എന്നിവർ സംബന്ധിച്ചു. പാപ്പാളി ബ്രാഞ്ച് പ്രസിഡന്റ് ആഷിഫ് മാലിക്കുളം സ്വാഗതവും സുബൈർ മന്ദലാങ്കുന്ന് നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8710 രൂപ, പവന് 69,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 107 രൂപ. ചരമം
ചൊവ്വന്നൂർ പഞ്ചായത്ത് മുൻ മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന CA ഉണ്ണികൃഷ്ണൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. കാർത്തിയേനി ഭാര്യയും കൃഷ്ണദത്ത്, കൃഷ്ണേന്ദു എന്നിവർ മക്കളുമാണ്. കടവല്ലൂർ കൊങ്ങിണിപ്പറമ്പിൽ പരേതനായ ആലിക്കുട്ടിയുടെ ഭാര്യ ആമിന നിര്യാതയായി. 77 വയസ്സായിരുന്നു. ഖബറടക്കം കടവല്ലൂർ വടക്കുമുറി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. മുഹമ്മദ് ഷുക്കൂർ, അമീർ, ഹസീന എന്നിവർ മക്കളാണ്. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയാണ് പരേത. പുന്നയൂർ പാവിട്ടക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പനങ്ങാട്ട് വീട്ടിൽ കണ്ടുണ്ണി നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റുപുറം നിദ്രാലയത്തിൽ നടന്നു. കുഞ്ഞിമോൾ ഭാര്യയും രാധ, ഗിരിജ എന്നിവർ മക്കളുമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.